നമസ്കാരം. ഇന്ന് ഞാൻ കമുകിൽ സാധാരണ കാണുന്ന സ്പിൻഡിൽ ബഗ്ഗുകളെ പറ്റിയാണ്. കമുകിൽ ഇന്ന് ധാരാളം പ്രോബ്ലം ഫീൽഡിൽ പറയാറുണ്ട്. കൃഷിക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഈ അടുത്ത ഒരു കൃഷിക്കാരൻ അയച്ച പടമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. സ്പിൻഡിൽ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പും കറുപ്പും നിറമുള്ള ചെറിയ ബഗ്ഗാണ്. ബഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അതിൻ്റെ ചുണ്ടിൽ ഒരു സിറിഞ്ച് പോലുള്ള അവയവമുണ്ട്. ഉപയോഗിച്ച് മൃദുല ഭാഗങ്ങളിൽ നിന്ന് നീര് വലിച്ചു കുടിച്ച് ചെടിക്ക് നാശമുണ്ടാക്കും. ഈ സ്പിൻഡിൽ ബഗിനെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇലകൾ, നിങ്ങളുടെ കമുകിൻ്റെ ഇലകളിൽ മഞ്ഞ നിറം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ബ്രൗൺ നിറമായിട്ട് പൊടിഞ്ഞു പോകാറുണ്ടോ, ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇലക്കവിളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സ്പിൻഡിൽ ബഗിനെ കാണാൻ സാധിക്കും. ചുവപ്പും കറുപ്പും കലർന്ന മനോഹരമായ ആകർഷണം ഉള്ള ചെറിയ ബഗ്ഗുകളാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി നമുക്ക് സാധാരണഗതിയിൽ കീടത്തിനെ കണ്ടു കഴിഞ്ഞാൽ കീടനാശിനി അടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. തൈകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇലകൾ മഞ്ഞനിറം കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇലകൾ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇലകളിൽ ബ്രൗൺ നിറം കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് പൊടിഞ്ഞു പോകുന്നുണ്ടോ, കാറ്റടിക്കുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞു പോയി ദ്വാരങ്ങളായിട്ട് കാണുന്നുണ്ടോ, ഇതെല്ലാം മിക്കവാറും സ്പിൻഡിൽ ബഗിൻ്റെ ആക്രമണം കൊണ്ടാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, കമുകിൽ യെല്ലോയിങ് എന്ന് പറഞ്ഞ് മറ്റൊരു രോഗമുണ്ട്. അതുപോലെ തന്നെ ചില ഇലപ്പൊട്ട് രോഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. അറിഞ്ഞിട്ട് മാത്രം നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഇത് ഒരു സ്പിൻഡിൽ ബഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത് കീടനാശിനികൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റോഗറൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നു, ഒരു 2 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ. എന്നാൽ ഇത് കുറച്ചുകൂടെ നല്ല കീടനാശിനി ഉണ്ട്. തയാമീതോക്സ എന്ന് പറയുന്ന കീടനാശിനി 2 മുതൽ 3 ഗ്രാം വരെ 10 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 2 ഗ്രാം തയാമീതോക്സ അടങ്ങിയ ചെറിയ സാഷെ ദ്വാരങ്ങളുള്ള കവറിലിട്ട് ചെറിയ സാഷകൾ നമുക്ക് നാമ്പോലയുടെ ചുറ്റും, ഏറ്റവും മുകളിലുള്ള നാമ്പോലയുടെ ചുറ്റും ഏറ്റവും അടുത്തുള്ള ഇലക്കവുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് നിയന്ത്രണം ലഭ്യമാകും. എന്നാൽ മറ്റ് കമുകളെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കീടങ്ങളെ അകറ്റാനായിട്ട് നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നീം സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നീം ഓയിൽ സോപ്പ് ഇമൽഷൻ തയ്യാറാക്കി ഉപയോഗിക്കാം. ഇതൊക്കെ കീടങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കുന്നതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതിൻ്റെ പടവും ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി